ഹലോ, കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ. ഇന്നും ഗുഡ് മോർണിംഗ് വീഡിയോ അല്ല കേട്ടോ. ഗുഡ് മോർണിംഗ് സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിന്നൊരു വർക്കിലാണ്, എൻ്റെ ജോലിയിലാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ വന്നെന്താ വെച്ചാൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വന്നെന്താന്ന് വെച്ചാൽ, ഞാനുണ്ടല്ലോ എന്ത് കാര്യം ചെയ്താലും ആൾക്കാരില്ലേ നെഗറ്റീവേ പറയുള്ളൂ. വീഡിയോ ചെയ്യണ വീഡിയോയിൽ കമൻറ്റ് വരുന്ന കാര്യമല്ല കേട്ടോ പറയുന്നത്, അല്ലാതെ ഉള്ള റിയലായിട്ടുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യായാലും അതിനൊക്കെ നെഗറ്റീവ് പറയുക ആൾക്കാർ, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കാണുന്നവർക്കത് നെഗറ്റീവായിട്ട് തോന്നുന്നത് എന്താണാവോ. ശരി ചെയ്താലും നെഗറ്റീവേ പറയുള്ളൂ, തെറ്റ് ചെയ്താലും നെഗറ്റീവേ പറയുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഞാനെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലേ അതിൻ്റെ പിന്നിലൊരു ശരിയുണ്ട്, പക്ഷെ കാണുന്നവർക്ക് തെറ്റായിട്ട് തോന്നുന്നതാണ്. ചിലപ്പോൾ അത് എന്താ പറയുക, കാണുന്നവർക്ക് തെറ്റായിട്ട് തോന്നുമെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല അത്, പക്ഷെ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിട്ട് ശരിയാണ്, അതിൻ്റെ ബാക്കിലൊരു ശരി അല്ലെങ്കിൽ ഒരു ഗുണം, അതല്ലെങ്കിൽ ഒരു ലക്ഷ്യം എനിക്കുണ്ടായിട്ടാണ് ഞാനത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ആൾക്കാർ പറഞ്ഞോട്ടെ, എന്നെ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോട്ടെ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ തന്നെയാണ് അത് തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. അതല്ല, തെറ്റല്ല നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ അതായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാണോ ശരിയാണോ എന്നറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ കൊമ്പത്തെ മോളൊന്നല്ലല്ലോ. അപ്പോൾ തെറ്റ് വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ടാവാം, പറയാൻ പറ്റില്ല. അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാമല്ലോ, ആളിന്നത് പറഞ്ഞു, അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് ആലോചിച്ചിട്ട്, അത് തെറ്റാണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം, അത് ശരിയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ അത് ശരിയല്ലാതിരുന്നിട്ടും അത് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളെ സമ്മർദ്ദം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചിലപ്പോൾ സാഹചര്യങ്ങളെ സമ്മർദ്ദം കൊണ്ട് നമുക്കത് ചെയ്യേണ്ടി വരില്ലേ. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചെങ്കിൽ, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം ഓടേണ്ടതുണ്ടായിരുന്നു. മാത്രമല്ല കുറച്ചൊരു ഭാരം തലയിൽ ഏന്തിക്കൊണ്ട് തന്നെ ഓടേണ്ട അവസ്ഥയുണ്ടായിരുന്നു, അല്ലാതെ ഫ്രീ ആയിട്ട് ഓടുകയല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഭാരം ഏറ്റിക്കൊണ്ട് ഓടുക എന്നൊക്കെ അറിയില്ല. അപ്പോൾ നമ്മളൊരു തലയിലൊരു ഭാരം വെച്ചിട്ട് ഓടുമ്പോൾ നമുക്കത് അത്രയല്ലേ നീങ്ങുള്ളൂ, അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് ഓടണം അത്ര നമുക്ക് നീങ്ങൂലല്ലോ, നമ്മളൊരു ഭാരം തലയിൽ വെച്ചിട്ട് ഓടുമ്പോൾ. അപ്പോൾ ആ ഭാരം തലയിൽ വെച്ചിട്ട് ഓടണ സമയത്ത്, എടി പെണ്ണ നീ എങ്ങോട്ട്, അവള് കണ്ടില്ലേ പോണത്, അല്ലെങ്കിൽ അവൾ ഓർഡർ കണ്ടില്ലേ, അവൾക്ക് എന്താ ഭ്രാന്താണെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും അല്ലേ. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം വരും. അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കും. ദേഷ്യം വരുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു ഭാരം തലയിൽ വെച്ചിട്ട് നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഓടുകയാണ്. അപ്പോൾ നമ്മളതിനെ ഇടക്കുന്ന ആൾക്കാർ നമ്മളതിനെ കാല് വെച്ച് മറിച്ചിടാൻ നോക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ. അപ്പോൾ അങ്ങനെ ദേഷ്യം വന്നപ്പോൾ കുറേ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയോ, ആ പൊട്ടിത്തെറിയോട് ഉണ്ടായത് എന്താണെന്നറിയോ, കുറേ ആൾക്കാരെ വെറുപ്പ് സമ്പാദിച്ച്. അതാണ് ഉണ്ടായത്. കാരണം ആൾക്കാർക്ക് കാണുമ്പോൾ ഞാൻ ചെയ്യണ തെറ്റാണ്, ഒരു ഭാരം തലയിൽ വെച്ച് ഓടുമ്പോൾ അപ്പോൾ അവർക്കത് തെറ്റായിട്ട് തോന്നിയിട്ടാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓടിയേ പറ്റുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ച് ഓടല്ലേ. അപ്പോൾ
അപ്പോൾ ആൾക്കാർ നമ്മൾ തന്നെ കാല് വെച്ച് മറിച്ചിടാൻ നോക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും. അങ്ങനെ എന്ന് പറയുന്നത് അങ്ങനെ